തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂരം നടത്തിപ്പിൽ എല്ലാ ഘട്ടത്തിലും മാസങ്ങൾക്ക് മുൻപേ മുഖ്യമന്ത്രി യോഗങ്ങൾ വിളിച്ചു. എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത അഭിപ്രായങ്ങൾ പറയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. റവന്യൂ മന്ത്രി കെ രാജനെയും സുരേഷ് ഗോപി പ്രശംസിച്ചു. രാജനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. വളരെ പരമപ്രധാനമായിട്ട് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് നന്ദി പറയേണ്ടത് ബഹുമാനീയനായ കേരള മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹം കഴിഞ്ഞ 3 മാസമായി മാസത്തിൽ 2-3 തവണ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഞാൻ അടക്കമുള്ള വളരെ പേഴ്സണലായിട്ട് വിളിച്ച് ഈ സംഗമങ്ങളിൽ ഉണ്ടാവണം, എന്തെങ്കിലും വളരെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം, ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം 1-2 കോൺഫറൻസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കോൺഫറൻസിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല. പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നിട്ടില്ല. ഒരു പണിയെടുപ്പുകാരനെ പോലെ, ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പ് മുഴുവൻ അതിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയെ ഞാനൊന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ, ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുക്കുകയാണ്. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം പലപ്പോഴും വെട്ടി തുറന്ന് പറയുന്നത് ചിലപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ചിലപ്പോൾ കൂടുതൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള ഒരു സൗഹൃദമോ സ്നേഹമോ ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ അതാണ് കെ രാജനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ പൂരത്തിൻ്റെ സമയത്ത് കണ്ടാണ് കെ രാജനൊക്കെ എത്രത്തോളം സജീവമായിട്ടാണ് ഈ പൂരത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയം അവിടെ മാറ്റിവെക്കൂ, ആളുകളുടെ പ്രവർത്തനം എങ്ങനെ, അത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എങ്ങനെ എന്നുകൂടി വെളിപ്പെടുത്തുന്നത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാവുന്ന ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപിയിൽ നിന്നല്ലേ? തീർച്ചയായും ഇത്തവണത്തെ പൂരം അതിമനോഹരമായി അതിഗംഭീരമായി നടത്തിയതാണ്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും അതിൽ പങ്കാളികളായതാണ്. അത് തന്നെയാണ് അത്തരത്തിൽ ഒരു പൂരം ഗംഭീരമായതിൻ്റെ ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത് കോർപ്പറേഷൻ്റെ, അതായത് പൂരം എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ വരുമ്പോൾ എത്രത്തോളം അവിടെ വൃത്തിഹീനമാകും, അല്ലെങ്കിൽ വേസ്റ്റ് എത്രത്തോളം കുഞ്ഞു കൂടുമെന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികളുമായി എല്ലാവരും തന്നെയായി സംവദിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ചടങ്ങായിരുന്നു. അതിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ പൂരത്തിന് പങ്കാളികളായിരുന്ന എല്ലാവരെയും തന്നെ അഭിനന്ദിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്ത് വന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും എല്ലാം പങ്കെടുത്ത് പറയുകയും ചെയ്തു. കൂടാതെ അവർക്കെല്ലാം അവർ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം ഒരു തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയിലുള്ള ഒരു നന്ദി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. തൃശ്ശൂരിൻ്റെ MP ആണ്, അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ പറയേണ്ട ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എന്തായാലും വലിയ ഒരു രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു പ്രതികരണം. ആ ഒരു പരിപാടിയിലും അങ്ങനെ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തൃശ്ശൂരിൻ്റെ മേയർ ഉണ്ടായിരുന്നു, ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കമ്മീഷണർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഒരു രാഷ്ട്രീയം കാണേണ്ടതില്ല. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു സൗഹൃദം, അതുപോലെ തന്നെ അഭിനന്ദനം, അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്.